നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയിട്ട് ലോകരാഷ്ട്രങ്ങളിൽ പോലും ഏറെ അമ്പരപ്പോടെയാണ് സൗദി അറേബ്യയെ ഉറ്റുനോക്കുന്നത്. സൗദി അറേബ്യയുടെ വളർച്ച അതിവേഗമെന്ന് തന്നെ പറയാം. സൗദി അറേബ്യയുടെ രാജകുമാരൻ ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം വൻ കുതിപ്പാണ് സൗദി അറേബ്യയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. അതായത് റഷ്യയുടെ കുതിപ്പ് സൗദി അറേബ്യയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന സംശയങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുകയാണ്. അതായത് എണ്ണ വരുമാനത്തെ പ്രധാനമായും ആശ്രയിക്കുന്ന സൗദിക്ക് മുന്നിൽ വലിയ ഭീഷണിയായി നിൽക്കുകയാണ് റഷ്യ. അമേരിക്ക റഷ്യ ഒതുക്കാൻ ചില നീക്കങ്ങൾ നടത്തിയ വേളയിൽ സൗദി അറേബ്യ അതിനൊപ്പം നിന്നിരുന്നില്ല. പകരം റഷ്യയെ പിന്തുണയ്ക്കുകയാണ് സൗദി അറേബ്യ ചെയ്തത്. ഇത് മറ്റൊരു തരത്തിൽ സൗദിക്ക് തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. സൗദി അറേബ്യയുടെ പ്രധാന എണ്ണ വിപണിയായ ഇന്ത്യയും ചൈനയും റഷ്യ പിടിച്ചെടുക്കാനാണ് സാധ്യത. എന്നാൽ ചില മറുനീക്കങ്ങൾ സൗദി നടത്തി വരികയാണെന്നതും ഏറെ ശ്രദ്ധേയമാകുന്നു. യുക്രൈനെതിരെ റഷ്യ ആക്രമണം തുടങ്ങിയ വേളയിൽ അമേരിക്ക റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ഉപരോധത്തിന് പിന്തുണ നൽകിയെങ്കിലും സൗദി അറേബ്യ മുഖം തിരിക്കുന്ന കാഴ്ചപ്പാടാണ് അന്ന് കാണുവാൻ കഴിഞ്ഞത്. റഷ്യക്കെതിരായ നീക്കങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടായിരുന്നു സൗദി. ഇതിൽ അമേരിക്കയ്ക്ക് അരിശവുമുണ്ട്. ലോകത്തെ പ്രധാന എണ്ണ വിപണികളാണ് ഇന്ത്യയും ചൈനയും. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളായതിനാൽ തന്നെ ഇവിടെ എണ്ണ ഉപയോഗവും കൂടുതലാണ്. ഈ വിപണിയിലെ മേധാവിത്വം കുറെ കാലമായി തന്നെ സൗദി അറേബ്യയ്ക്കായിരുന്നു. എന്നാൽ സമീപകാലത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചതാകട്ടെ സൗദിക്ക് തീരെ ആശ്വാസവുമല്ല എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. കൂടാതെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇറാഖിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യയും. എന്നാൽ സൗദിക്ക് ഭീഷണിയായി നിൽക്കുന്നത് ഇപ്പോൾ റഷ്യ മാത്രമാണ്. ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം റഷ്യ രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്തു. സൗദി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നാൽ സെപ്റ്റംബറിലെ കണക്കിൽ സൗദി നേരിയ മുന്നേറ്റം വ്യാപാര ഇടപാടിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ചൈന ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് സൗദിയിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ്. റഷ്യയും സൗദിയും ഇക്കാര്യത്തിലുള്ള വിടവ് ചുരുങ്ങുകയായിരുന്നു. അതായത് സൗദിക്ക് തൊട്ട് പിന്നിൽ റഷ്യയുണ്ട്. കഴിഞ്ഞ വർഷത്തെ എണ്ണ ഇടപാടുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് ചൈന വാങ്ങുന്ന എണ്ണയുടെ അളവിൽ 22% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് പ്രതിദിനം റഷ്യ വാങ്ങുന്ന എണ്ണയുടെ അളവ് 183 ലക്ഷം ബാരലാണ്. റഷ്യയിൽ നിന്ന് 182 ലക്ഷം ബാരലും സൗദിയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ചൈന കുറച്ചുകൊണ്ടുവരുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗങ്ങൾ നിരവധിയാണ്. എന്നാൽ സൗദിയുടെ പ്രധാന വരുമാന മാർഗം എണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ റഷ്യയുടെ മുന്നേറ്റം സൗദിക്ക് വൻ തിരിച്ചടിയായി തീരുമെന്നതിൽ സംശയമില്ല. ലോകത്തെ എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക്. ഇതിലെ പ്രധാന രാജ്യം സൗദിയാണ്. ഈ കൂട്ടായ്മയിൽ അംഗമല്ലാത്ത രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. ഇത്തരം രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് റഷ്യയാണ്. റഷ്യയും സൗദിയുമാണ് ലോകത്തെ എണ്ണവില നിശ്ചയിക്കുന്നത്. നവംബർ 1 മുതൽ ഇവർ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അമേരിക്ക എതിർത്തെങ്കിലും ഇക്കാര്യത്തിൽ സൗദിയും റഷ്യയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധം മറികടക്കാൻ റഷ്യ കണ്ട മാർഗം എണ്ണവില കുറയ്ക്കുക എന്നതാണ്. പകുതി വിലയ്ക്കാണ് റഷ്യ എണ്ണ വിതരണം ചെയ്യുന്നത്. ഇതോടെ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുടെ എണ്ണ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഈ വേളയിൽ സൗദിയും റഷ്യയിൽ നിന്ന് ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. റഷ്യയിൽ നിന്നിറക്കുന്ന എണ്ണ വൈദ്യുതി ഉൽപാദനത്തിനാണ് സൗദി ഉപയോഗിക്കുന്നത്. സ്വന്തം എണ്ണ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.